ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു എരിപൊരി ബീഫാണ്, അതായത് കുറച്ചൊരു സ്പൈസി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ. അപ്പോൾ നമ്മൾ ഗിവ് അവേ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിവ് അവേയിൽ വന്നിട്ടുള്ളൊരു വിന്നറായിരുന്നു ഡൂഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ആൾ നമ്മളായിട്ട് കറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഒരു 4-5ഓളം മെയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ആരാണ് എന്നുള്ളത് കേട്ടോ. കറക്റ്റ് യൂസർ നല്ല മെയിൽ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് വരുത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗിവ് അവേ കൂടെ നടത്തുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പദ്വാസ് കിച്ചൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ തന്നെ വിന്നർ അനൗൺസ് ചെയ്യാം, ആരും മറക്കരുത്. അപ്പോൾ കണ്ടുവെക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള പീസായിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് വേവിച്ചിട്ട് നീളത്തിൽ വേവിച്ചതിന് ശേഷം മുറിച്ചെടുക്കാം. നമ്മൾ മുൻപൊരു വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പകുതി വേവാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു 2-3 വിസിലൊക്കെ മതിയാവും ഹൈ ഫ്ലെയിമിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫ്രൈ ആവുന്ന സമയത്ത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പോഴേക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കുക. അതിനായിട്ട് 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ. 1-1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഉണക്കമുളകിൻ്റെ അരി വരുന്നുണ്ടല്ലോ, അതും കുറച്ച് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കൂടെ ഒരു ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവ് കൂടുമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, പൊടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ഇത്തിരി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച് മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടാവുമല്ലോ സ്റ്റോക്ക്, അത് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ ഒരുപാട് വേണ്ട, കാരണം ആ ഒരു മസാലയ്ക്ക് പാകമായിട്ടുള്ള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബീഫോട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അത്യാവശ്യം ഒരു പകുതിയോളം വെന്തിട്ടുള്ള ബീഫല്ല. പിന്നെ ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം വേണ്ടി വരും, എന്നാലും പെട്ടെന്നായി കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടിക്കോളും. അപ്പോൾ ഒരു മുളകും വേപ്പിലയും കുറച്ചങ്ങ് അത്യാവശ്യം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് കോരി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ സെർവ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉള്ളി കൂടെ ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തതിന് ഓയിലാണെങ്കിലും ഇതെന്തായാലും വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അപ്പോഴേ ടേസ്റ്റ് ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചിട്ടെടുത്തിട്ട് അതുകൂടെ ഒന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ക്യാഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് അത് ഇട്ട് കൊടുക്കുക. അത് അത്യാവശ്യം വറവായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് കുറച്ച് ഉണക്കമുളക് ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് തന്നെ കുറച്ചൊരു സ്പൈസി ഡിഷ് കൂടി ആണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ബീഫിലേക്ക് ആവുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് ചൂടാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്കൊരു ഭംഗിക്ക് കുറച്ച് പപ്പടം നീളത്തിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും.
എന്നിട്ടിത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാം. ശരിക്കും വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് സ്പൈസി ഒന്നുമില്ല, പക്ഷേ നല്ല നല്ല രസമുള്ളൊരു എരിവാണ് സംഭവം അത്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ സിമ്പിളായിട്ട് ബ്രെഡിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള ബ്രെഡും ഈ ഒരു ബീഫും പിന്നെ കുറച്ച് ഗാർലിക് സോസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും. അപ്പം ഈ രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്